നെക്സ്റ്റ്, അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ ഞാനിവിടെ കാണിക്കുകയാണ്. 2 പ്ലേറ്റ് പാരലായിട്ട്. ഇതിൽ നമ്മളെ തിയറി എന്താണ്? ഇതിനെ ചാർജ് ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജും അല്ലേ, ഒരു പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജും കിട്ടും. ഈ പ്ലേറ്റിൻ്റെ ഏരിയ എ ആണ്. പ്ലേറ്റ് ഏരിയ എ ആണ്. ഈ പ്ലേറ്റിൻ്റെയും ഏരിയ എ ആണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. ഡിസ്റ്റൻസ് ഡി. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഈ 2 പ്ലേറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ മിഡിലിൽ എ ഏരിയയുള്ള വേറൊരു പ്ലേറ്റ് വെച്ചു. വേറൊരു പ്ലേറ്റ് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ കൊണ്ടുവച്ചു. ഓക്കെ. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ ഡിസ്റ്റൻസ് d/2, ഈ ഡിസ്റ്റൻസ് d/2. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എത്ര കപ്പാസിറ്ററായി മാറും, അത് തന്നെ സീരീസ് ആണോ പാരലാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ പോസിറ്റീവ് അല്ലേ, ഇതിൽ ചാർജ് നൽകുമ്പോൾ ബാറ്ററി ആയിട്ട് കണക്റ്റഡ് ആണ്, അതിൽ നിങ്ങളെ മനസ്സിലുണ്ടാവണം. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റ് ഇതിലുള്ള ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ഫ്രീ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്തേക്കല്ലേ വരിക. അപ്പോൾ ഈ ഭാഗത്ത് നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ, നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ. ഇതിൻ്റെ ഈ സൈഡിൽ പോസിറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യും, അതിന് തുല്യമായ പോസിറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന് ഈക്വലൻ്റ് ആയിട്ട് ഞാൻ വേറൊരു പിക്ചർ വരയ്ക്കാൻ പോവാണ്. ഇതിനെ ഞാൻ മാറ്റി വരയ്ക്കാൻ പോവാണ്. ഇതിൽ ഈ പ്ലേറ്റിൻ്റെ ഏരിയ എ അല്ലേ, അങ്ങനെ ഓരോ പ്ലേറ്റിൻ്റെയും ഏരിയ എ അല്ലേ, ഓരോന്നിൻ്റെയും ഏരിയ എ ആണ്, അങ്ങനെയല്ലേ ഉള്ളത്. ഇതിൽ ഈ പോസിറ്റീവ് കാണിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് പ്ലേറ്റിലുള്ള പോസിറ്റീവ് കാണിച്ചു. ഓക്കെ. ഇനി ഈ പ്ലേറ്റ് ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഒരു നെഗറ്റീവ് പ്ലേറ്റ് അങ്ങനെയല്ലേ ഒരു കപ്പാസിറ്ററിന് ചാർജ് കിട്ടുമ്പോൾ ഉണ്ടാവുക. ഈ പ്ലേറ്റിനെ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിൻ്റെ ഏത് മാത്രം കാണിക്കുന്നു? ഇതിൻ്റെ ഈ വശത്തുള്ള നെഗറ്റീവ് മാത്രം കാണിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തുള്ള ഈ നെഗറ്റീവ് മാത്രം ഞാൻ കാണിക്കുന്നു. ഈ നെഗറ്റീവ് മാത്രം, ഈ സൈഡിലുള്ള നെഗറ്റീവ് മാത്രം കാണിച്ചു. ഇതിൻ്റെ ആ സൈഡിൽ മറുവശത്ത് പോസിറ്റീവ് ഉണ്ടല്ലോ, അതവിടെ വെക്കട്ടെ. ഇനി അപ്പോൾ ഇതിനെ 2ആയി ഡിവൈഡ് ചെയ്ത പോലെ വിചാരിക്കുക. അതിലുള്ള ഈ ഭാഗത്തുള്ള നെഗറ്റീവും ഈ പോസിറ്റീവ്, ഇതൊരു കപ്പാസിറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ മക്കളെ ഡി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് d/2 വരും അല്ലേ, ഡിസ്റ്റൻസ് d/2 വരും. ഇനി എന്ത് വരും? ഇനി ഇതിൻ്റെ ആ മറുവശത്ത് പോസിറ്റീവ് ഇല്ലേ, ആ മറുവശത്തുള്ള പോസിറ്റീവിനെ ഞാൻ സെപ്പറേറ്റ് വരച്ച് കാണിക്കും. ഇതിന് മറുവശത്ത് പോസിറ്റീവ് ഉണ്ട് അല്ലേ, അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു. മറുവശത്തുള്ള പോസിറ്റീവ് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു. എങ്കിലും മക്കളെ ഇത് ശരിക്കും ഒരു സിംഗിൾ പ്ലേറ്റ് ആണ്. ആ സിംഗിൾ പ്ലേറ്റിന് അതെന്ന് ഇതിൻ്റെ ഈ വശത്തുള്ള നെഗറ്റീവ്, ആ നെഗറ്റീവാണ് ഇത്, ഈ വശത്തുള്ള നെഗറ്റീവാണ് ഇത്, മറുവശത്തുള്ള പോസിറ്റീവാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. മറുവശത്തുള്ള പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനെ 2ആയിട്ട് ഇങ്ങനെ നേർപകുതിയായി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത പോലെ വിചാരിക്കുക. അപ്പോൾ നേർപകുതിയായി ഡിവൈഡ്, അപ്പോൾ ഇപ്പോൾ ഒരു നെഗറ്റീവ് അപ്പുറം ഒരു, അപ്പോൾ ഈ നെഗറ്റീവ് ആ പോസിറ്റീവ്. ശരിക്കും ഈ 2 പ്ലേറ്റും ഒന്നായിരുന്നു. ഒരു പ്ലേറ്റായത്, ഒരു പ്ലേറ്റിൻ്റെ ഒരു വശത്ത് നെഗറ്റീവ് ഒരു വശത്ത് പോസിറ്റീവ്, അങ്ങനെയല്ലേ. അപ്പോൾ ഒരു പ്ലേറ്റ് സിംഗിൾ പ്ലേറ്റായത്, സിംഗിൾ പ്ലേറ്റിൻ്റെ ഈ വശത്ത് നെഗറ്റീവ് ഈ വശത്ത് പോസിറ്റീവ്. അപ്പോൾ ഇത് സിംഗിൾ പ്ലേറ്റ് ആണ്, അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചതല്ലോ. അപ്പോൾ ഇത് സിംഗിൾ പ്ലേറ്റ് ആണ്. അപ്പോൾ രണ്ടും ഒരു പ്ലേറ്റായത്, അതുകൊണ്ട് കണക്ട് ചെയ്ത പോലെ കാണിക്കുക. കാരണം ഈ പ്ലേറ്റ് ഇത് രണ്ടും ഒന്നാണ്, ഒന്നിനെ നമ്മൾ 2ആയിട്ട് കാണിച്ചതാണ്. അപ്പോൾ രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കണക്റ്റഡ് അല്ലേ, രണ്ടും ഒന്നല്ലേ. ഈ ഒരു പ്ലേറ്റിനെയാണ് ഞാൻ 2ആയി കാണിച്ചത്. അപ്പോൾ രണ്ടും ഒന്നാണെന്ന് കാണിക്കാൻ കണക്റ്റഡ് ആണ്. ഓക്കെ. ഇനി അത് കാണിച്ചു. ഇനി ഈ പ്ലേറ്റ്. ഓക്കെ. ഈ പ്ലേറ്റിൻ്റെ ഈ ഭാഗത്ത് നെഗറ്റീവ് ഉണ്ട്, പ്ലേറ്റിൻ്റെ ഈ ഭാഗത്ത് നെഗറ്റീവ് ഉണ്ട്. മനസ്സിലായോ? ഡിസ്റ്റൻസ് എത്ര വരും? d/2 വരും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയല്ലേ കണക്ഷൻ ഉള്ളത്. അപ്പോൾ എങ്ങനെയായി? ഒരു പോസിറ്റീവ് പ്ലേറ്റും ഒരു നെഗറ്റീവ് പ്ലേറ്റും. ഇതൊരു കപ്പാസിറ്റർ. പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും. ഇതൊരു കപ്പാസിറ്റർ കണ്ടോ. അപ്പോൾ ഒരു കപ്പാസിറ്റർ വേറൊരു കപ്പാസിറ്റർ. ഓക്കെ. രണ്ടും നിര. അപ്പോൾ റെഡി. ഇതൊരു കപ്പാസിറ്റർ, ഇത് വേറൊരു കപ്പാസിറ്റർ, അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ട് സീരീസ് അല്ലേ. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഏരിയ എത്ര തന്നെയാണ്? എല്ലാ പ്ലേറ്റിൻ്റെ ഏരിയ എ അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ ഏരിയ മാറുന്നില്ല, പക്ഷേ ടോട്ടൽ ഡിസ്റ്റൻസ് d ആയിരുന്നു.
ഡി എന്നുള്ളത് ഇവർ തമ്മിൽ d/2 ആണ്, ഇവർ തമ്മിൽ d/2. അപ്പോൾ ഡിസ്റ്റൻസ് d എന്നുള്ളത് d/2 ആയി. ഡിസ്റ്റൻസ് d എന്നുള്ളത് d/2 ആയി. പക്ഷേ ഏരിയ അല്ലത് സെയിം തന്നെ. അപ്പോൾ ഡിസ്റ്റൻസ് മാറി d/2 ആയി, പക്ഷേ ഏരിയ സെയിം തന്നെ. പിന്നെ ഇവർ അങ്ങനെ വരുമ്പോൾ ഇവർ സീരീസാണ് വരുന്നത്. ഓക്കെ, സീരീസ് ആകുമ്പോൾ അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് എത്ര വരും? ഇതിൻ്റെ കപ്പാസിറ്റൻസ് നമുക്ക് C1 എടുക്കാം. C1 = ε0 A/d. പക്ഷേ ഡിക്ക് പകരം d/2, അതുപോലെ ഇവിടെയും ഡിക്ക് പകരം d/2. ഇനി വേറൊരു കാര്യം ചെയ്യുന്നു, വേറൊരു കാര്യം ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ ഫുള്ളായിട്ടൊരു മീഡിയം വെച്ചു എന്ന് വിചാരിച്ചാൽ. മീഡിയം എന്നോ ഓരോ മീഡിയത്തിനും നമുക്കറിയാം ഓരോ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉണ്ട് അല്ലേ? ഡൈലക്ട്രിക് മീഡിയമാണ്. അപ്പോൾ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് K1, ഇവിടെയും മീഡിയം വെച്ചു. അപ്പോൾ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് K2. അപ്പോൾ ഇതിനിടയിൽ മീഡിയം ഉണ്ട്. ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് K1, മീഡിയം ഉണ്ട്. ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് K2, മീഡിയം. ഡൈലക്ട്രിക് മീഡിയം വന്നാൽ കപ്പാസിറ്റൻസ് എത്രയാണ്? K∈0 A/d എന്നാണ് അല്ലേ? K∈0 A/d. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് എത്ര വരും? C1 = K∈0 A/d. Kക്ക് പകരം K1. K1∈0, ഏരിയ A തന്നെ അല്ലേ? A/d. d എന്ന് പറയുമ്പോൾ d/2. അപ്പോൾ ഇത് 2 ടേക്ക് ന്യൂമറേറ്റർ. അപ്പം 2K1∈0 A/d വരും. ഓക്കെ, അതേപോലെ ഇതിൻ്റെ കപ്പാസിറ്റൻസ് C2 ഇതേപോലെ എഴുതുകയാണെങ്കിൽ എന്ത് വരും? ഇതിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K2 ആണ്. വേറെ മീഡിയ ആയതുകൊണ്ട് മീഡിയം മാറുമ്പോൾ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് മാറും, അങ്ങനെയല്ലേ? അപ്പോൾ എന്ത് വരും? ഇതേപോലെ അത് എഴുതുമ്പോൾ K1 വരാം. അത് മാത്രമല്ലേ മാറ്റുള്ളൂ, കാരണം ഡിസ്റ്റൻസ് എല്ലാം ഇതുപോലെ തന്നെ d/2 തന്നെയല്ലേ? അപ്പോൾ K1ൻ്റെ സ്ഥാനത്ത് K2 വരും. അപ്പോൾ 2K2 ഇതിൽ കൊടുത്താൽ മതി. 2K2∈0 A/d വരും. ഓക്കെ, അപ്പോൾ ഇത് സീരീസാണ്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇത് സീരീസാണ് അല്ലേ? സീരീസ് ആയതുകൊണ്ട് ഇവരുടെ ഇക്വിവാലൻ്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. സീരീസിൻ്റെ ഫോമുല എന്നാ? 1/Ceq = 1/C1 + 1/C2 എന്നല്ലേ? അപ്പോൾ 1/Ceq = ഫസ്റ്റ് 1/C1. ഇത് C1 അല്ലേ? ഇത് C1 ആണ്. അപ്പോൾ 1/C1 എന്ന് പറയുമ്പോൾ എന്താണ്? 1/C1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ. 1/C1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ നേരെ തിരിച്ചിട്ടാൽ പോലെ. അപ്പോൾ 1/C1 എന്ന് പറയുമ്പോൾ d/2K1∈0 A പ്ലസ് 1/C2. ഇത് C2 ആണ്. 1/C2. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ d/2K2∈0 A. ഓക്കെ, ഈ രണ്ട് ടേമിൽ നിന്നും 1/Ceq = ടേക്ക് d/2∈0 A ഔട്ട്സൈഡ്. d/2∈0 A ടേക്ക് ഔട്ട്സൈഡ്. Okay, so it become 1/K1 plus 1/K2. Okay, take it d/2∈0 A outside, d/2∈0 A outside, so 1/K1 plus 1/K2. So 1/Ceq = d/2∈0 A into K2 plus K1, okay, divided by K1 K2. Okay, K2 plus K1 divided by K1 K2. This is 1/Ceq. Therefore, Ceq = okay, Ceq take reciprocal. So, in the reciprocal എടുക്കണം, ഇത് reciprocal എടുക്കണം. So, 2∈0 A/d, 2∈0 A/d reciprocal. So, here also K1 K2 by K2 plus K1. So, K1 plus K2, K2 plus K1. Okay, this is the equivalent capacitance of this combination. Equivalent capacitance of the combination. Okay, ready? ഇനി അടുത്തത്, ഇനിയിപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ രണ്ട് പ്ലേറ്റുകൾ, ഇങ്ങനെയുള്ള രണ്ട് പ്ലേറ്റ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണ്. ഓക്കെ, കപ്പാസിറ്ററിന് ചാർജ് കിട്ടി എങ്ങനെ ഉണ്ടാവും? ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് ഫുള്ള് പോസിറ്റീവ് കൊടുത്തു. ദിസ് പ്ലേറ്റ് വി ആർ ടേക്കിംഗ് ആസ് നെഗറ്റീവ്. ഓക്കെ, ഇനി ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ, പ്ലേറ്റുകളെ ഏരിയ എ, ഈച്ച് പ്ലേറ്റ് ഏരിയ എ. ഓക്കെ, ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഇങ്ങനെ ഒരു കണ്ടക്ടർ വഴി കണക്ട് ചെയ്തു എന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ്, ഈ രൂപത്തിലാണ് കണക്ട് ചെയ്യുന്നത്. ഈ രൂപത്തിൽ കണക്ട് ചെയ്തു, ഇങ്ങനെയാണ് കണക്ട് ചെയ്തു. മിഡിലിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്തത്, മിഡിലിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഈ പിക്ചർ നമുക്ക് എങ്ങനെ മാറ്റി വരക്കാം? ഇതിൽ ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഒരു നെഗറ്റീവ് പ്ലേറ്റ് അങ്ങനെയല്ലേ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അങ്ങനെയല്ലേ, ചാർജ് ഡെവലപ്പ് ചെയ്താൽ ഉണ്ടാകുന്ന സംഭവം അങ്ങനെയല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ടോട്ടൽ ഏരിയ അല്ലേ മക്കളെ, ടോട്ടൽ ഏരിയ ഈ പ്ലേറ്റിൻ്റെ ഒരു പ്ലേറ്റാണിത്, ആ പ്ലേറ്റിൻ്റെ ടോട്ടൽ ഏരിയ ആണ് എ അല്ലേ. ഇതിൻ്റെ ഈ ഭാഗം കാണിക്കുന്നത് മുകളിലുള്ള ഭാഗം, ഈ കണക്ട് ചെയ്തതിന് മുകളിലുള്ള ഭാഗം. അപ്പോൾ ഇത് ഭാഗം മാത്രം, മുകളിലുള്ള ഈ ഭാഗം മാത്രം, അതിന് പോസിറ്റീവ് അല്ലേ. ഓക്കെ, ഈ താഴെയുള്ള ഈ പോസിറ്റീവ് ഇല്ലേ, ഈ പോസിറ്റീവ് ഞാൻ വേറെ തന്നെ കാണിക്കുന്നു, വേറെ അത് രണ്ട് സെപ്പറേറ്റ് ചെയ്ത പോലെ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മുകളിലുള്ള ഈ പോസിറ്റീവ് ഇങ്ങനെ കാണിച്ചു. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ എ അല്ലേ, ടോട്ടൽ ഏരിയ എ മിഡിലല്ലേ കണക്ട് ചെയ്തത്, മിഡിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഏരിയ A/2, ഇതിൻ്റെ ഏരിയ A/2, ഏരിയ A/2 അല്ലേ. പിന്നെ ശരിക്കും ഈ പ്ലേറ്റ് തന്നെ ഈ പ്ലേറ്റ് രണ്ടും ഒന്നാണ് അല്ലേ. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചാലും ഈ പ്ലേറ്റും തമ്മിൽ ഇതാ ഒന്നിവിടെയും കാണിച്ചു, ഒന്നിവിടെയും കാണിച്ചു, ഇതും കാണിച്ചു. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഇത് രണ്ടും ഒന്നല്ലേ. അപ്പോൾ രണ്ടും ഒന്നാണ് ശരിക്കും, രണ്ടും ഒന്നാണെന്ന് പറയുമ്പോൾ രണ്ടും ഒന്നാണ്, ഈ രണ്ടും ഒന്നാണത്. അപ്പോൾ കണക്റ്റഡ് ആണ്. ഇത് നമ്മൾ മുറിച്ചതുപോലെ കാണിച്ചില്ലെങ്കിലും ശരിക്കും രണ്ടും ഒന്നാണെന്ന് കാണിക്കാൻ കണക്ട് ചെയ്തു. ഓക്കെ, അതുപോലെ ഇവിടെയും കാണിക്കുന്നു നെഗറ്റീവ് പ്ലേറ്റ് ഏരിയ. അപ്പോൾ A/2 ആയി, ഏരിയ A/2 ആയി അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ്, കാരണം ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, കാരണം അപ്പർ സൈഡും ലോവർ സൈഡും തമ്മിൽ ഇവിടെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ രണ്ടും ഒന്നാണെന്നാണെങ്കിൽ ഇങ്ങനെ കാണിച്ചു, കണക്റ്റഡ് ആണ്. അപ്പോൾ എത്ര കപ്പാസിറ്ററായി? ഇതാ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇതൊരു കപ്പാസിറ്റർ, ഇതൊരു കപ്പാസിറ്റർ ഉണ്ടോ. അപ്പോൾ 2 കപ്പാസിറ്ററായി. റെഡി. ഇനി ഡിസ്റ്റൻസ് എത്ര തന്നെ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് D തന്നെ. അപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് D തന്നെയാണ്, ഡിസ്റ്റൻസിൽ മാറ്റമില്ല. പക്ഷേ ഏരിയ എന്തായി? എ എന്നുള്ളത് ടോട്ടൽ ഏരിയ എ ആയിരുന്നു, അത് A/2 അതും A/2 ആ രൂപത്തിലായി. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇനി പോസിറ്റീവ് ചാർജിങ്ങിന് നെഗറ്റീവ് ചാർജിങ് കിട്ടണമെങ്കിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുക ഇങ്ങനെ ആയിരിക്കുമല്ലോ, ഇങ്ങനെയല്ലേ കണക്ട് ചെയ്യുക ബാറ്ററി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കല്ലേ ഇങ്ങനെയല്ലേ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ അല്ലേ ഒന്നിന് പോസിറ്റീവ് ഒന്നിന് നെഗറ്റീവും കിട്ടുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം, ഈ കപ്പാസിറ്ററും എന്താണ്, അപ്പോൾ 2 കപ്പാസിറ്റർ ഉണ്ട്, ഇതൊരു കപ്പാസിറ്റർ. അപ്പോൾ രണ്ടും പാരലാണ് അല്ലേ, പാരലാണ്. അപ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ ഇടയിൽ ഒരു മീഡിയം ഉണ്ടെന്ന് വിചാരിച്ചോ, മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K1 ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K1. അപ്പോൾ ഇവിടെ ഒരു മീഡിയം ഉണ്ട്, മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K1 ആണ്, ഫുള്ളായിട്ടൊരു മീഡിയം ഉണ്ട്, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K1. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് എത്ര വരും? കപ്പാസിറ്റൻസ് C1 ഈക്വൽ ടു ε0 A/D എന്നല്ലേ. അപ്പോൾ മീഡിയം ഉള്ളത് കൊണ്ട് K1 K ε0 A/D, K ε0 എക്ക് പകരം ഏരിയ എത്ര, ഇതിൻ്റെ ഏരിയ ഇപ്പോൾ A/2 ആണ്, A/2. അപ്പോൾ K ε0 A/D എന്ന് പറയുമ്പോൾ അടിയിൽ D. പക്ഷേ എൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ A/2 ആണ്, ഏരിയ A/2 ആയി. അപ്പോൾ K ε0 എൻ്റെ സ്ഥാനത്ത് A/2, പിന്നെ അടിയിൽ D, K ε0 A/D. ഓക്കെ, ഇനി K2, ഇത് വേറൊരു കപ്പാസിറ്റർ, ഇതൊരു കപ്പാസിറ്റർ. അപ്പോൾ C2 ഇതിൻ്റെ കപ്പാസിറ്റൻസ് C2 ഇതിൻ്റെ ആണേ പറയുന്നത്. ഇതിൻ്റെ നിങ്ങൾ വിചാരിക്കും ഇതിൽ മീഡിയം ഉണ്ടെങ്കിലല്ലേ, ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിലല്ലേ K വേണ്ടു. അപ്പോൾ മീഡിയം ഇല്ലെങ്കിൽ എന്തോ മതി, മീഡിയം ഇല്ലെങ്കിൽ K വേണ്ട. അപ്പോൾ ε0 എൻ്റെ സ്ഥാനത്ത് A/2 അല്ലേ, A/2. അപ്പോൾ ε0 എൻ്റെ സ്ഥാനത്ത് A/2, A/D അടിയിൽ D, ഡിനോമിനേറ്ററിൽ D. അപ്പോൾ ε0 A/D, എൻ്റെ സ്ഥാനത്ത് A/2 വരും അല്ലേ. അപ്പോൾ മീഡിയം ഇല്ലെങ്കിൽ ഇങ്ങനെ എടുത്തായി, K വേണ്ട. ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിൽ K എടുക്കണം, മീഡിയം ഇല്ലെങ്കിൽ ഇങ്ങനെ മതി. അത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ മീഡിയം ഉണ്ട്, ഇതിലും മീഡിയം ഉണ്ടെന്ന് വിചാരിച്ചോ, മീഡിയം ഉണ്ടെങ്കിൽ എന്തെടുക്കണം? K2. അപ്പോൾ ഇവിടെ മീഡിയം ഉണ്ടെന്ന് വിചാരിച്ചോ, ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K2. അപ്പോൾ K2 എടുക്കണം. കാര്യം മനസ്സിലായോ? K2. ഇനി ഇത് രണ്ട് പാരലാകുമ്പോൾ ഇങ്ങനെ CEQ വരും. CEQ എന്ന് പറയുമ്പോൾ C1 + C2 ആണ് അല്ലേ, പാരലായതുകൊണ്ട് C1 + C2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തെന്നാ മാറിയത്? ഇതിൻ്റെ ടോട്ടൽ ഏരിയ A ആയിരുന്നില്ലേ, ഓരോ പ്ലേറ്റിൻ്റെ ഏരിയ A ആയിരുന്നില്ലേ. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏരിയ A/2 അങ്ങനെ. അപ്പോൾ ഏരിയ മാറി. ഡിസ്റ്റൻസ് എന്ത് തന്നെ, ഇവിടെ D തന്നെ, ഈ ഡിസ്റ്റൻസ് D തന്നെ. നേരത്തെ കൺസ്ട്രക്ഷൻ ഓർമ്മ ഉണ്ടാവും. നേരത്തെ മിഡിൽ ഇങ്ങനെ പ്ലേറ്റ് വെച്ച്, ഇങ്ങനെ ഈ രണ്ട് പ്ലേറ്റിൻ്റെ മിഡിൽ ഇങ്ങനെ പ്ലേറ്റ് വെച്ച്, ഇങ്ങനെ വെക്കുമ്പോൾ ഡിസ്റ്റൻസ് D എന്നുള്ളത് D/2 ആയി. ഏരിയ A തന്നെ, നേരത്തെ കൺസ്ട്രക്ഷൻ പറയുന്നത്, ഇതിൻ്റെ തൊട്ട് മുന്നേ ചെയ്ത്. അതിൽ ഏരിയ മാറുന്നില്ല, ഏരിയ A തന്നെ.
പക്ഷേ ഡിസ്റ്റൻസ് ഡി എന്നുള്ളത് d/2 ആ രൂപത്തിലായിരുന്നു നേരത്തെ. നോക്കൂ, ഇപ്പോൾ നോക്കൂ, ഏരിയ a/2 ഒക്കെ ആയി, ഡിസ്റ്റൻസ് d തന്നെ. അങ്ങനെ വരുമ്പോഴാണ് കണക്ഷൻ എന്താകുന്നത്, പാരലാകുന്നത്. ഓക്കെ, അപ്പോൾ CEQ = C1 + C2. അപ്പോൾ CEQ എന്ത് വരും, ഇതാ K1 ε0 a/2d പ്ലസ് C2 ഇതാ K2 ε0 a/2d. So CEQ = take ε0 a/2d, take outside. So it become K1 plus K2. ε0 a/2d into K1 plus K2. This will be the equivalent capacitance in this case. Okay. Next topic, energy stored in a capacitor. Energy stored in a capacitor. Important ആണ്. Energy stored in a capacitor. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കുന്നു. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഈ പ്ലേറ്റുകൾക്ക് നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലേ, ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഇവർക്ക് ചാർജ് ഇല്ല. അപ്പോൾ ഇനീഷ്യൽ ചാർജ് എന്താണ്, 0 ആണ് അല്ലേ. ഇനീഷ്യൽ ചാർജ് 0 ആണ്. ചാർജ് 0 ആണ്. ഇനീഷ്യൽ ചാർജാണ് ഞാൻ ഈ കാണിച്ച ചാർജ് ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് എന്ത് സംഭവിക്കും, ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്താൽ സംഭവിക്കുന്ന കാര്യം, ഇതിന് പോസിറ്റീവ് കിട്ടും, ഇതിന് നെഗറ്റീവ് കിട്ടും അല്ലേ. അപ്പോൾ ഇനീഷ്യൽ ചാർജ് ബാറ്ററി കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഇനീഷ്യൽ ചാർജ് 0. അപ്പോൾ ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന അത് മനസ്സിലാക്കണം. ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് എവിടെ മുതലാണ്, 0 മുതലാണ്. ഈ ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. അപ്പോൾ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ ചാർജ് ഇല്ല. അപ്പോൾ ചാർജ് ഈസ് ഇൻക്രീസിങ് ഫ്രം 0. ഇനി ഇവർക്ക് ചാർജ് കിട്ടണം. അപ്പോൾ ചാർജ് കിട്ടുമ്പോൾ ഇവിടെ ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഇങ്ങനെ ഈ ചാർജ് ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ ഫുള്ളാവുക ചെയ്യുക. അതുപോലെ അതിന് തുല്യമായിട്ട് ഇതിൽ നെഗറ്റീവ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, കപ്പാസിറ്ററിലുള്ള ചാർജ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റിലുള്ള ചാർജിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ചാർജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് തരും. അതുപോലെ മറ്റേതിൽ നെഗറ്റീവ് ചാർജും ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് തരുമേ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത്രയും ചാർജ് ഇതിനകത്തായി, Q ചാർജ് ഇപ്പോൾ ഇതിനകത്ത്. അപ്പോൾ ഇതിൽ അതുപോലെ ഇവിടെ Q ഉണ്ടാകുമ്പോൾ പോസിറ്റീവ് പ്ലസ് Q ഉണ്ടാകുമ്പോൾ ഇതിൽ അതിന് തുല്യമായ -Q ഉണ്ടാവും. അപ്പോൾ ഇത്രയും ചാർജാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ചാർജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വരിക ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, അപ്പോൾ ഇതിലുള്ള ടോട്ടൽ ഈ പ്ലേറ്റിലുള്ള ടോട്ടൽ ചാർജ് അല്ല ഞാൻ പറയുന്നത്. ടോട്ടൽ ചാർജ് അല്ല പറയുന്നത്, ഇപ്പോഴുള്ള ഈ ഇൻസ്റ്റൻറ്റിലുള്ള ചാർജ് ഞാൻ സ്മോൾ Q നിർത്തും. സ്മോൾ Q. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ സ്മോൾ Q. അപ്പോൾ ഇതിൽ -Q ഉണ്ടാവും. അപ്പോൾ ഒരു പ്ലേറ്റ് പോസിറ്റീവ്, ഒരു പ്ലേറ്റ് നെഗറ്റീവ് അല്ല. പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അല്ലേ, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഹയർ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ലോവർ പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ ഇവർ രണ്ട് പ്ലേറ്റും തമ്മിൽ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ഇതിന് ഫുള്ളി ചാർജ് ആയാലാണ്, ഈ കപ്പാസിറ്ററിന് ഫുള്ളി ചാർജ്, അത് ഓർമ്മിക്കേണ്ട സാധനമാണ്, ഫുള്ളി ചാർജ്. അപ്പോൾ ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഈ ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V അല്ലേ. ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഈ ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഫുൾ ചാർജ് ആയാൽ ഈ ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ഈ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇപ്പോൾ ഇത് ഫുള്ളി ചാർജ്ഡ് അല്ല. ചാർജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വരിക ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ചാർജാണ് ഞാൻ Q നിർത്തത്. അപ്പോൾ ഇതിൽ +Q, ഇതിൽ -Q. അപ്പോൾ ഇപ്പോൾ ഇവർ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അത് ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല. ബാറ്ററീൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടണമെങ്കിൽ ഇത് ഫുള്ളി ചാർജഡ് ആവണം. ഇപ്പോൾ ഈ ഇൻസ്റ്റൻറ്റിലുള്ള ഈ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് എങ്ങനെ, ഇപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = ഈ ഇൻസ്റ്റൻറ്റിലുള്ളതാണേ പറഞ്ഞത്. V നമുക്ക് Q/C എന്ന് എഴുതി കൂടെ, Q/C. ഈ ഇൻസ്റ്റൻറ്റിൽ ഇപ്പോൾ ചാർജ് Q ആണ്. നമ്മൾ പഠിച്ചില്ലേ, C = Q/V അല്ലേ. അപ്പോൾ V = Q/C വരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റൻറ്റിൽ ചാർജ് Q ആണ്. ഓക്കെ, ഇതിൻ്റെ ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C ആണ്.
പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് ആണെന്ന് എപ്സിലോൺ 0/d. ഇതിൻ്റെ എപ്സിലോൺ 0/d അതാണ് കപ്പാസിറ്റൻസ്. ഓക്കെ, ഇപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് Q/C ആണ്. ഇത് നോക്കേ, ഞാൻ പറഞ്ഞു ഇതിലിങ്ങനെ ചാർജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വരികയല്ലേ ചെയ്യുക. അപ്പോൾ ഇനിയും ഇതിൽ നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്, ഇനിയും ഇതിനകത്ത് ചാർജ് കയറണ്ടേ, അങ്ങനെ ഇത് ഫുള്ള് ചാർജായി വരണ്ടേ. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് കുറച്ച് ചാർജ്, ഇപ്പോൾ ഓൾറെഡി കുറച്ച് ചാർജ് ആയല്ലോ. ഇനിയും ചാർജ് ഒരു അഡീഷണൽ ചാർജ് DQ വിചാരിക്കുക, ഒരു അഡീഷണൽ ഒരു സ്മോൾ എമൗണ്ട് ചാർജ് വിചാരിക്കും DQ വിചാരിക്കും. ഈ ചാർജ് അതിനകത്തേക്ക് കയറണമെങ്കിൽ അപ്പോൾ അതിന് തുല്യമായ നെഗറ്റീവ് ഇവിടെയും ക്രിയേറ്റ് ചെയ്യേ മറ്റേ പ്ലേറ്റിലും. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് കുറച്ച് ചാർജ് ഉണ്ട്. ഇനി അഡീഷണലായിട്ട് ഈ DQ എന്ന് പറയുന്ന ചാർജ് ഇല്ലേ, ഈ ചാർജ് ഇതിനകത്ത് കയറണമെങ്കിൽ ഓൾറെഡി ഇതിനകത്ത് കുറച്ച് ചാർജ് ഉണ്ടല്ലോ, ആ ചാർജ് ഈ ചാർജിനെ റിപ്പൽ ചെയ്യൂലേ. ഇനി ഒരു ചാർജ് അതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള ചാർജ്, ഓൾറെഡി സ്റ്റോർ ചെയ്ത ആ ചാർജ് ഈ അഡീഷണലായിട്ട് കയറുന്ന ചാർജിനെ ഇവിടെ ഉള്ള ചാർജ് റിപ്പൽ ചെയ്യുമല്ലോ. ഓക്കെ, പിന്നെ ഇതെങ്ങനെ ഈ അഡീഷണൽ ആയിട്ടുള്ള ഈ ചാർജ് എങ്ങനെ പിന്നെ അവിടെ എത്തും? പക്ഷെ എത്തും. അപ്പോൾ എത്തണമെങ്കിൽ ഒരു വർക്ക് ചെയ്യണം അല്ലേ. എങ്ങനെ വർക്ക് ചെയ്യണം? ഓൾറെഡി അവിടെ ഉള്ള ചാർജിന്, അവിടെ സ്റ്റോർ ചെയ്ത കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ആ ചാർജ് ഇനി അതിലേക്ക് എൻ്റർ ചെയ്യുന്ന ചാർജിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ആ റിപ്പൽഷന് എതിരായിട്ട് ഒരു വർക്ക് ചെയ്യും. ആര് ചെയ്യും? ബാറ്ററി ചെയ്യും. അപ്പോൾ ആ റിപ്പൽഷന് എതിരായിട്ട് ഒരു വർക്ക് ബാറ്ററി ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഈ ചാർജിനെ അവിടെ എത്തിക്കും. അപ്പോൾ ഈ ചാർജിനെ അവിടെ എത്തിക്കുന്ന വർക്ക് ചെയ്യുന്നത് ആരാണ്? ബാറ്ററിയാണ്. ഓക്കെ, അങ്ങനെ ഈ DQ എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ എമൗണ്ട് ഓഫ് ചാർജിനെയും കൂടി അവിടെ എത്തിക്കും. അപ്പോൾ ക്യൂവിൻ്റെ കൂടെ DQയും കൂടി വന്നു. ഓക്കെ, അപ്പോൾ DQ ചാർജിനെ അവിടെ എത്തിക്കാൻ വേണ്ടി ഒരു വർക്ക് ചെയ്യണം അല്ലേ. ആ റിപ്പൽഷന് എതിരായിട്ടൊരു വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യുന്ന ആളാരാണ്? ബാറ്ററിയാണ്. അങ്ങനെ ബാറ്ററി ഇങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റിലും ആര് വർക്ക് ചെയ്യും? ബാറ്ററി വർക്ക് ചെയ്ത് ഇതിൽ ഫുള്ള് ചാർജ് ആക്കും അല്ലേ. അപ്പോൾ ഇതിന് ഫുള്ള് ചാർജ് ആവാൻ വേണ്ടി ബാറ്ററി ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി, അല്ലെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്ന് പറയും. അപ്പോൾ ഇതിൽ ഫുള്ള് ചാർജ് ആവാൻ വേണ്ടി ബാറ്ററി ചെയ്യുന്ന വർക്ക്. അപ്പോൾ വർക്ക് ഡൺ ബൈ ബാറ്ററി എന്തിന്? ടു സ്റ്റോർ ദ ചാർജ് ഓൺ ദ പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ. ഈ പ്ലേറ്റിൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബാറ്ററി ചെയ്യുന്ന വർക്കാണ് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. അപ്പോൾ വർക്കല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എത്ര ചാർജ് ഉണ്ടായിരുന്നു? Q ഉണ്ടായിരുന്നു. ക്യൂവിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എത്ര കയറി? DQ. അപ്പോൾ DQ എന്ന് പറയുന്ന ചാർജിനെ അവിടെ എത്തിക്കാൻ, DQ എന്ന് പറഞ്ഞാൽ സ്മോൾ എമൗണ്ട് അല്ലേ, അവിടെ എത്തിക്കാൻ വേണ്ടി ബാറ്ററി ചെയ്ത സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക്. അപ്പോൾ DW എന്ന് എടുക്കുക. അപ്പോൾ DW എന്നാ? സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദ ബാറ്ററി ടു സ്റ്റോർ ആൻ അഡീഷണൽ ചാർജ് എന്ന് പറയാൻ കാരണം എന്താ? ഓൾറെഡി അതിനകത്ത് ആരുണ്ട്? Q ഉണ്ട്. ആ ക്യൂവിൻ്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ട് DQനെയും കൂടി എത്തിക്കാൻ വേണ്ടി ബാറ്ററി ചെയ്ത സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക്. ഓക്കെ, നമ്മളിങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു W/Q. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് എടുക്കുക. അപ്പോൾ W ഈക്വൽ എന്നാ വരിക? W ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു Q വരും. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ആണ് അല്ലേ. അപ്പോൾ W അല്ലേ കാണുന്നത്, വർക്കല്ലേ കാണുന്നത്. അപ്പോൾ വർക്ക് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോൾ V എടുക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു Q കൊടുക്കരുത്. നമ്മൾ അവിടത്തേക്ക് എത്തിക്കുന്ന ഇപ്പോൾ ആരെയാ? അവിടത്തേക്ക് എത്തിക്കുന്നത് DQനെയാണ്. Q ഓൾറെഡി അതിൻ്റെ അകത്ത് ഉള്ളതാണ് Q. നമ്മളിപ്പോൾ വർക്ക് ചെയ്തത് എന്തിനെ എത്തിക്കാനാണ്? ഈ DQനെ എത്തിക്കാനാണ്. അപ്പോൾ DQ കൊടുക്കണ്ടേ. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു DQ. അപ്പോൾ DQനാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു DQ. അപ്പോൾ DQനെ അവിടെ എത്തിക്കാനുള്ള സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക്. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ വിക്ക് വരാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് Q/C. അപ്പോൾ Q/C DQ DW. Therefore total work done by battery എന്തൊരു? ഈ സ്മോൾ എമൗണ്ട് ഓഫ് വർക്കിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ Q/C DQ. ടേക്ക് W ഈക്വൽ ടു ടേക്ക് 1/C ഔട്ട്സൈഡ്. ഇൻ്റഗ്രൽ Q/DQ. ഇവിടെ Q കോൺസ്റ്റൻ്റ് അല്ല. എന്തുകൊണ്ടാണ്?
കാരണം ഇതിലിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നേരം ഇൻക്രീസ് ചെയ്ത് വരുന്നത് ചാർജല്ലേ. അപ്പോൾ ചാർജല്ലേ ഇൻക്രീസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ചാർജാണ് ഇവിടുത്തെ എന്തെന്ന് വേരിയബിൾ. ഇവിടെ ഇൻക്രീസ് ചെയ്ത് വരുന്ന ആൾ ചാർജല്ലേ. അങ്ങനെ ലാസ്റ്റ് ഫുള്ള് ചാർജ് ആവും അല്ലേ. അപ്പോൾ ചാർജ് തുടക്കത്തിൽ ഞാൻ ആദ്യമേ അതിനു വേണ്ടി ഫസ്റ്റ് പറഞ്ഞു വെച്ചേ ഇനീഷ്യൽ ചാർജ് എത്രയായിരുന്നു? 0. അപ്പോൾ ചാർജിൻ്റെ ഇനീഷ്യൽ ചാർജ് 0 ആയിരുന്നു. ലാസ്റ്റ് ഇതിൽ ഫുള്ള് ചാർജ് ആവൂലേ. ആ ഫുൾ ചാർജിനെ ഞാൻ ക്യാപിറ്റൽ Q എന്ന് എടുക്കുന്നു. അപ്പോൾ 0 to ക്യാപിറ്റൽ Q. ഓക്കെ. സോ W = 1/c ഇൻറ്റു, ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. Q⁻1 dq. അപ്പോൾ Q⁻n+1/n+1 അങ്ങനെയല്ലേ. X⁻n+1/n+1. അപ്പോൾ n 1 അപ്പോൾ Q⁻n+1 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ 1+1 അപ്പോൾ 2. n+1/n+1 എന്ന് പറയുമ്പോൾ 2 തന്നെ. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ Q²/2 വരും. ലിമിറ്റോ 0 to ക്യാപിറ്റൽ Q. ഓക്കെ. ഈ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ W = 1/c ഇൻറ്റു ലിമിറ്റ് സ്മോൾ ക്യൂവിന് വരെ ആദ്യം ക്യാപിറ്റൽ Q. അപ്പോൾ ക്യാപിറ്റൽ Q²/2 മൈനസ് ഇനി ക്യൂവിന് വരെ 0. അപ്പോൾ 0²/2 അല്ലേ. അപ്പോൾ ഈ ടേം 0 ആവും. അപ്പോൾ W = എന്ത് വരും? Q²/2c വരും. Q²/2c. ഇതാണ് വർക്ക്. ആര് ചെയ്ത വർക്ക്? ബാറ്ററി ചെയ്ത വർക്ക്. എന്തിനു വേണ്ടി? ടു സ്റ്റോർ എനർജി ഇൻ കപ്പാസിറ്റർ അല്ല, ടു സ്റ്റോർ ചാർജ് ഇൻ കപ്പാസിറ്റർ. അപ്പോൾ ഈ വർക്കാണ് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. അപ്പോൾ എത്രയാ? Q²/2c. ഓക്കെ. ഈ ഇക്വേഷൻ ഇനിയും വെറൈറ്റി ഫോംസ് ഒക്കെ ഉണ്ട്, നമുക്ക് പറയാം. അപ്പോൾ ക്യാപിറ്റൽ Q എന്താണ് മനസ്സിൽ വെച്ചോ. ക്യാപിറ്റൽ Q എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഫുൾ ചാർജാണ് ക്യാപിറ്റൽ Q. ഫുൾ ചാർജ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫുൾ ചാർജാണ്, ഈ ഒരു പ്ലേറ്റിലുള്ള ഫുൾ ടോട്ടൽ ചാർജാണ് ക്യാപിറ്റൽ Q. അപ്പോൾ ഇത് ഫുള്ളി ചാർജ്ഡ് ആയാൽ ഈ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫുള്ള് ചാർജ് ആയാൽ ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററീൻ്റെ വോൾട്ടേജാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ ഈ രണ്ട് പ്ലേറ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ബാറ്ററീൻ്റെതാണ്. അതിനകത്തുള്ള ഫുൾ ചാർജാണ്, ടോട്ടൽ ചാർജാണ് ക്യാപിറ്റൽ Q. ഒരു ഇൻസ്റ്റൻറ്റിലുള്ള, നമ്മളിത് ചെയ്യാൻ വേണ്ടി ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള സംഭവത്തിനെല്ലാം വേണ്ടി ഏതോ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ചാർജ് നമ്മൾ സ്മോൾ Q എടുത്തതാണ്. അങ്ങനെ ചാർജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ലാസ്റ്റ് ഫുൾ ആവുകയും ചെയ്യുക. ആ ടോട്ടൽ എമൗണ്ടാണ് ക്യാപിറ്റൽ Q. അപ്പോൾ ഫുള്ളി ചാർജിനായാൽ പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായി? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ബാറ്ററീൻ്റെ വോൾട്ടേജായി മാറി. ഓക്കെ, റെഡി. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഓർമ്മിച്ചോളൂ, Q²/2c. ഓക്കെ. അപ്പോൾ ഇനി വെറൈറ്റി ഫോംസ് ഒക്കെ ഉണ്ട് ഈ ഇക്വേഷന്. ബാക്കി നെക്സ്റ്റ് ക്ലാസ് പറയാം. ശരി.